അങ്ങനെ അന്നത്തെ നമ്മുടെ സഹായിയായ ജപ്പാൻ മൗലാന അയാൾ മരിച്ചുപോയി, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. രണ്ടാമത്തത് അന്ന് എൻ്റെ കൂടെ ഉള്ളത് തിരുവള്ളൂർക്കാരൻ മഹ്മൂദ് മൗലവിയാണ്. ഞങ്ങൾ മൂന്നാളും തന്നെ പിറ്റേ ബുധനാഴ്ചയും വന്ന് അവരെ ഞാൻ പള്ളിയിലിരുത്തി ഞാൻ ഒറ്റക്ക് വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് അകത്തുനിന്ന് ഇയാൾ താക്കോലിട്ട് പൂട്ടി. അകത്തുനിന്ന് പൂട്ടിയിട്ട് പിന്നെയും എന്നോട് ചോദ്യം തന്നെ. വലിയൊരു ഉദ്യോഗസ്ഥനാണ്, എനിക്ക് ചെറിയ പേടിയുണ്ട് ഉള്ളിൽ. ഏതായാലും ചോദിച്ച് അയാൾ പറഞ്ഞു, ഈ 50 ലക്ഷമോ 60 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാൻ നീ ആരെ കണ്ടിട്ട് ഏറ്റതാന്ന് ചോദിച്ചു. മുഅ്തമിദൻ അലല്ലാഹ് മുതവക്കിലൻ അലല്ലാഹ്, അള്ളാഹുവിന്റെ പേര് തവക്കുൽ ചെയ്ത് അള്ളാഹിന്റെ പേരിൽ എഴുത്തിമാത് ചെയ്തിട്ടാണെന്ന് പറഞ്ഞപ്പോ പിന്നെ ആള് ഒന്നും സംസാരിക്കാതെ അകത്തേക്ക് പോയി. പിന്നെ നല്ല ലംഘുന്ന ഒരു ബ്രീഫ് കേസ് എടുത്തിട്ട് വരുന്നു. തുറന്ന് അതില് 2 ലക്ഷം അമേരിക്കൻ ഡോളർ അന്ന് എന്നോട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി മാറിയിട്ട് അതിൽ 25 ലക്ഷം ഉറുപ്പ്യ കിട്ടും, നീ കൊണ്ടുപോയി കൊടുത്തു. ഒരാളോട് പറയാൻ പാടില്ല, ഒരൊറ്റ കുട്ടിയോട് പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞത് പറ്റൂല, എനിക്ക് ഇവിടെ പരിചയമില്ല, ഇത് ബാങ്കിൽ കൊണ്ടുപോയി മാറണം, അതിന് ഒരാൾ വേണം, ഒരാളോടെങ്കിലും പറയണമല്ലോ. അങ്ങനെ ആവട്ടെ, ഒരാളോട് പറഞ്ഞു സമ്മതം തന്ന് പോയി. കൊണ്ടുപോയി 25 ലക്ഷം ഉറുപ്പിക അന്ന് കൊടുക്കേണ്ടത് 3 ദിവസം കഴിഞ്ഞ് കൊടുക്കേണ്ടത് ആ സംഖ്യ കൊണ്ട് കിട്ടി. പിന്നീട് 3 മാസം കഴിഞ്ഞപ്പോ അടുത്ത 25 ലക്ഷവും ഇദ്ദേഹം തന്നെ തരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ എന്തിനാണ് ഈ കഥ ഞാൻ ഉണർത്തിയത്? പഴയ കഥയാണല്ലോ. പഴയ കഥ ഉണർത്തിയത് മറ്റൊന്നുമല്ല, എന്നെ ഒരാൾ പരിചയപ്പെടുത്തിയിട്ടില്ല. ടെലിഫോൺ ചെയ്ത് പോലും അദ്ദേഹത്തോട് എന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഒരു രേഖയും എന്റെ കയ്യിലില്ല. വെറും വാക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ ഇയാൾ എന്റെ കയ്യിൽ 60 ലക്ഷം ഉറുപ്പിക തരികയാണ് 2 പ്രാവശ്യമായി. ഞാൻ അതുമായിട്ട് അങ്ങോട്ട് മുങ്ങിയാൽ ഒരാളും എന്നെ കാണൂല, ഒരാളും അറിയുകയുമില്ല. എന്നാൽ ഞാൻ അതിൽ മുങ്ങുകയില്ല, അതിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കുകയില്ല എന്ന വിശ്വാസം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല ഇട്ടുകൊടുത്തത് കൊണ്ടാണല്ലോ ആ സംഖ്യ തന്നത്. അതിന് ഇന്ന് നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം, കോഴിക്കോട്ട് 8 നിലയുള്ള വലിയ മർക്കസ് കോംപ്ലക്സ് അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അന്ന് ഏറ്റവും വലുതും ഏറ്റവും വരുമാനമുള്ളതുമാണ്. പക്ഷേ ഇന്ന് മർക്കസിന് ഒരു ദിവസം 3.5 ലക്ഷം ഉറുപ്പിക ചെലവുണ്ട്. ഒരു ദിവസം നേരം വെട്ട് വൈകുന്നേരം. അതുകൊണ്ട് ഇതിന്റെ വരുമാനം നമുക്ക് 3 ദിവസത്തേക്കോ 4 ദിവസത്തേക്കേ മതിയാവുള്ളൂ. അന്ന് അങ്ങനെയല്ല, അന്ന് ഒരുപാട് ദിവസത്തേക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണം, ഇഖ്ലാസോടുകൂടി പഠിക്കണം, ഇഖ്ലാസോടുകൂടി പഠിപ്പിക്കണം. ഈ കേന്ദ്രത്തിൽ നിങ്ങൾ ഒഴിവുള്ള സമയത്ത് വന്ന് നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇംഗ്ലീഷ്, അറബി, ഉറുദു തുടങ്ങിയ ഭാഷകളും അതിന്റെ പുതിയ ഭാഷയും പഴയ ഭാഷയും കമ്പ്യൂട്ടറും മറ്റ് ആധുനിക അറിവുകളും എല്ലാം സമ്പാദിക്കാനും ദീനീ ദഅവത്തിന് ഉപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഔഖാഫിന്റെ നിയന്ത്രണത്തിൽ വെച്ച് അവർ നമുക്ക് നിർദ്ദേശിച്ചു തന്ന കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് ഇന്ന് മുകളിൽ കൊണ്ടുപോയി കുട്ടികൾ കസേല കാണിച്ചു കൊടുത്തപ്പോ മുദീർ എന്നെ ചോദിച്ചു, ഇത് എത്രയുണ്ട്? 35 കസേല. മറ്റേ എത്രയുണ്ട്? 40 കസേല. ഇത് എത്രയുണ്ട്? 50 കസേല. കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഇത്രയും ആളുകളെ നിങ്ങൾക്ക് ഇരുത്തി ഒരേ സമയത്ത് പഠിപ്പിക്കാൻ കഴിയുമല്ലോ, 3 ക്ലാസ് ഒരേ സമയത്ത് എടുക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു. വളരെ സന്തോഷിച്ചിട്ട് അദ്ദേഹം തിരിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് നമ്മളെ കുട്ടികളെയും വലിയവരെയും യുവാക്കളെയും എല്ലാവരെയും പഠിപ്പിക്കാനും നമുക്ക് സാധിക്കുന്ന ഒരു വലിയ നിഅമത്ത് അല്ലാഹു തആല ചെയ്തതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി ചെയ്താൽ അല്ലാഹു തആല നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ അല്ലാഹുവിന്റെ ശിക്ഷ വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം എല്ലാവരും ജീവിക്കണം. മുസ്തഖീമായ യഥാർത്ഥ വഴിയിലൂടെ ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداء الإسلام والمسلمين. اللهم يسر عسيرنا وعسير جميع المؤمنين في مشارق الأرض ومغاربها يا أرحم الراحمين. اللهم اجعل هذا البلد وسائر بلاد المسلمين رخاء سخاء مباركا يا أرحم الراحمين. اللهم احفظنا واحفظ حكام هذه البلاد واحفظ جميع المسلمين واحفظ جميع الناس من كل آفة وآحة وبلية ومصيبة وفتنة يا أرحم الراحمين. اللهم لا تدع لنا ولمن أوصانا بالدعاء ولمن نويناهم ولمن أعاننا في إقامة هذا المقر الجديد لمركز الثقافة السنية ولمن أعاننا في إنشاء مدارسها ومعاهدها ولمن أعاننا في جميع أمورنا الخيرية. ذنبا إلا غفرته ولا عيبا إلا سترته ولا هما إلا فرجته ولا دينا إلا أديته ولا مريضا إلا شفيته ولا عسرا إلا يسرته ولا غائبا إلا رددته ولا فسادا إلا أصلحته ولا طفلا إلا ربيته ولا ميتا إلا رحمته ولا حاجة من حوائج الدنيا والآخرة لك فيها رضا ولنا فيها صلاح إلا قضيتها ويسرت طرقها وأسبابها يا رب العالمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.